അപ്പോൾ ലൈറ്റ് ഹൗസിലൊക്കെ കയറിയിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ ഇന്ന് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് രണ്ട് ഈ ചേട്ടൻ ഇവിടെ ഇങ്ങനെ വലയൊക്കെ എറിയുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ബീച്ചിന്റെ മെയിൻ എൻട്രൻസിലോട്ട് പോകുന്ന വഴിക്കാണ് ഇവർ ദാണ്ട് ഇവിടെ ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവരുടെ ഡാൻസ് ഒക്കെ ഞങ്ങൾ കണ്ടു. വീട്ടിൽ കിടന്ന് തുള്ളുന്നത് പോരാഞ്ഞിട്ട് ഇവിടെ വന്ന് 30 രൂപ ടിക്കറ്റ് എടുത്ത് കിടന്ന് തുള്ളുകയാണ് കേട്ടോ. അപ്പോൾ ആ ടിക്കറ്റിന്റെ ചാർജൊക്കെ മുതലാക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഞങ്ങളും കൂടെ കുറച്ചിട്ട് തുള്ളിച്ചു. അങ്ങനെയാണിത് ഇവിടെ വരുമ്പോൾ കുതിരയും ഒട്ടകവും എല്ലാം ഇങ്ങനെ സവാരിക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒട്ടകത്തിനെ ഒരുക്കി നിർത്തിയിട്ടേ ഉള്ളൂ. ഇതിനൊരു വൃത്തിയില്ലെന്ന് തോന്നുന്നു, നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒട്ടക സവാരിക്ക് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ്. ഞാനും ഓങ്കാരനും ബീച്ചിൽ തിരമാലക്കകത്ത് കയറുന്ന കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചു. ഓങ്കാരനാണെങ്കിൽ ആദ്യത്തെ പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവൻ അങ്ങോട്ടങ്ങോട്ട് ഇറങ്ങിപ്പോവായിരുന്നു. അത് കാണുമ്പോൾ ഞാൻ തിരിച്ച് പുറകോട്ട് പിടിച്ചോണ്ട് നിർത്തും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം തിരമാലക്കകത്തൊക്കെ ഇങ്ങനെ കളിച്ചു. അടുത്ത വശത്ത് കുറേ പേര് തിരമാലക്കകത്ത് കിടന്ന് നീന്തി കുളിക്കുന്ന കണ്ടപ്പോൾ അവനും ഒരു ആഗ്രഹം, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി വന്നു. അവിടെ എല്ലാം കേട്ടോ ചായ വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കൗണ്ടർ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവിടുന്ന് ചൂട് ചായയും ഒരു ബജ്ജിയും പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ എവിടെ ചെന്നാലും കളിപ്പാട്ടം മസ്റ്റ് ആണല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ ഉത്സവ സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിക്കത്തില്ല, ഇങ്ങനെ മേളിലോട്ട് വിട്ടിട്ട് ഇങ്ങനെ കറങ്ങി താഴോട്ട് വരുന്നൊരു പമ്പരം. അപ്പം ഞങ്ങളത് വാങ്ങിച്ചു. അച്ഛനാണോ മോനാണോ കൂടുതൽ ഉയരത്തിലേക്ക് പറപ്പിക്കുന്നത് എന്നുള്ള വാശിയേറിയ മത്സരമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയി അവിടെ കുറച്ചു നേരം ഇരുന്നു. വെറുതെ ഇരുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട്. പിന്നെ അങ്ങനെ സന്ധ്യയായി വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങ് പോരുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.